പ്രഭാഷകന്റെ 40-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 32, ബി 28, സി 30. ഉത്തരം 30. പ്രഭാഷകൻ 40-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് എന്താണ്? എ മരണം, ബി മനുഷ്യൻ്റെ ദയനീയ അവസ്ഥ, സി ദൈവഭക്തി. ഉത്തരം മനുഷ്യൻ്റെ ദയനീയ അവസ്ഥ. പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ ഓരോരുത്തർക്കും എന്താണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്? എ ധാരാളം ജോലി, ബി കൃപകൾ, സി സമ്പത്ത്. ഉത്തരം ധാരാളം ജോലി. ആദത്തിൻ്റെ സന്തതികളുടെ മേൽ എന്താണ് വയ്ക്കപ്പെട്ടിരിക്കുന്നത്? എ ധാരാളം ജോലി, ബി ഭാരമുള്ള നുകം, സി സഹനങ്ങൾ. ഉത്തരം ഭാരമുള്ള നുകം. ആദത്തിൻ്റെ സന്തതികളുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും എന്തിനെക്കുറിച്ചാണ്? എ സമ്പത്തിനെക്കുറിച്ച്, ബി മരണദിനത്തെക്കുറിച്ച്, സി ഭാവിയെക്കുറിച്ച്. ഉത്തരം മരണദിനത്തെക്കുറിച്ച്. വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ആരാണ്? എ അറിവുള്ളവൻ, ബി രാജാവ്, സി സമ്പന്നൻ. ഉത്തരം രാജാവ്. വിശിഷ്ടമായ സിംഹാസനത്തിൽ രാജാവ് ഉപവിഷ്ടനായിരിക്കുമ്പോൾ പൊടിയിലും ചാരത്തിലും കഴിയുന്നത് ആരാണ്? എ എളിയവൻ, ബി അഹങ്കാരി, സി ബുദ്ധിയുള്ളവൻ. ഉത്തരം എളിയവൻ. രാജകീയ അങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കൊടുക്കുന്നവൻ വരെ എന്തിന് അധീനരായിത്തീരുന്നു എന്നാണ് പ്രഭാഷകൻ സൂചിപ്പിക്കുന്നത്? എ കോപം, അസൂയ, ആകുലത, തിന്മ, ദുഷ്ടത എന്നിവയ്ക്ക്, ബി കോപം, അസൂയ, അഹങ്കാരം, മന്ദത എന്നിവയ്ക്ക്, സി കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക്. ഉത്തരം കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക്. ആദത്തിൻ്റെ സന്തതികൾ കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ എന്താണ് വിഭ്രാന്തി ഉളവാക്കുന്നത്? എ ദുസ്വപ്നം, ബി ആകുലത, സി നിശാനിദ്ര. ഉത്തരം നിശാനിദ്ര. ആദത്തിൻ്റെ സന്തതികൾക്ക് അല്പം മാത്രം ലഭിക്കുന്നത് എന്താണ്? എ അറിവ്, ബി വിശ്രമം, സി കൃപകൾ. ഉത്തരം വിശ്രമം. ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴെന്നതുപോലെ യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ അവൻ എന്തിനാലാണ് അസ്വസ്ഥനാകുന്നത്? എ ആകുലതയാൽ, ബി ദുസ്വപ്നങ്ങളാൽ, സി ചിന്തകളാൽ. ഉത്തരം ദുസ്വപ്നങ്ങളാൽ. എപ്പോഴാണ് അവൻ ഞെട്ടിയുണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നത്? എ രക്ഷയോടടുക്കുമ്പോൾ, ബി മഹാമാരി ഓർക്കുമ്പോൾ, സി സമ്പത്തിനെക്കുറിച്ച് ഓർക്കുമ്പോൾ. ഉത്തരം രക്ഷയോടടുക്കുമ്പോൾ. എല്ലാ ജീവികൾക്കും, മനുഷ്യനും മൃഗങ്ങൾക്കും പാപികൾക്ക് 7 ഇരട്ടിയും എന്ത് വന്നു ചേരുന്നു എന്നാണ് പ്രഭാഷകൻ അഭിപ്രായപ്പെടുന്നത്? എ തിന്മയും ദുഷ്ടതയും കലഹവും വാളും, ബി മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും, സി മരണവും രക്തച്ചൊരിച്ചിലും പട്ടിണിയും ദുരിതവും. ഉത്തരം മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും
പീഡനവും മഹാമാരിയും. മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും സൃഷ്ടിക്കപ്പെട്ടത് ആർക്കുവേണ്ടിയാണ്? എ. ശിഷ്ടർക്കു വേണ്ടി, ബി. അഹങ്കാരികൾക്കു വേണ്ടി, സി. ദുഷ്ടർക്കു വേണ്ടി. ഉത്തരം ദുഷ്ടർക്കു വേണ്ടി. പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ആരു മൂലമാണ് ജലപ്രളയം ഉണ്ടായത്? എ. ദുഷ്ടർ, ബി. സമ്പത്തുള്ളവർ, സി. ശിഷ്ടർ. ഉത്തരം ദുഷ്ടർ. കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ഡാഷ് എന്നേക്കും നിലനിൽക്കും. എ. വിശ്വസ്തത, ബി. കാരുണ്യം, സി. സമ്പത്ത്. ഉത്തരം വിശ്വസ്തത. പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നത് എന്തൊക്കെയാണ്? എ. സമ്പത്തും ഐശ്വര്യവും, ബി. കൈക്കൂലിയും അനീതിയും, സി. അറിവും ആരോഗ്യവും. ഉത്തരം കൈക്കൂലിയും അനീതിയും. അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് എന്തുപോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും? എ. കുത്തിയൊഴുക്കുപോലെ, ബി. കൊടുങ്കാറ്റുപോലെ, സി. അരുവി പോലെ. ഉത്തരം കുത്തിയൊഴുക്കുപോലെ. ഔദാര്യശീലന് സന്തോഷം ലഭിക്കുമ്പോൾ നിശേഷം പരാജയപ്പെടുന്നത് ആരാണ്? എ. പാപികൾ, ബി. അറിവുള്ളവൻ, സി. സമ്പത്തുള്ളവൻ. ഉത്തരം പാപികൾ. ആരുടെ സന്തതികളാണ് അധികം ശാഖ ചൂടുകയില്ല എന്ന് പറയുന്നത്? എ. അഹങ്കാരിയുടെ, ബി. ദൈവഭയമില്ലാത്തവൻ്റെ, സി. പാപിയുടെ. ഉത്തരം ദൈവഭയമില്ലാത്തവൻ്റെ. വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? എ. ദൈവഭയമില്ലാത്തവൻ്റെ സന്തതിയെക്കുറിച്ച്, ബി. പാപിയെക്കുറിച്ച്, സി. അഹങ്കാരിയെക്കുറിച്ച്. ഉത്തരം ദൈവഭയമില്ലാത്തവൻ്റെ സന്തതിയെക്കുറിച്ച്. ഏത് പുല്ലിനെയും കാൾ വേഗത്തിൽ പിഴുതെടുക്കാൻ പറ്റുന്നത് എന്താണ്? എ. ജലാശയതീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ, ബി. വയലിലെ പുൽച്ചെടി, സി. കാറ്റത്താടുന്ന കതിര്. ഉത്തരം ജലാശയതീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ. പ്രഭാഷകൻ 40:17 അനുസരിച്ച് കാരുണ്യം എന്തിൻ്റെ ആരാമം പോലെയാണ്? എ. ഔദാര്യത്തിൻ്റെ, ബി. അനുഗ്രഹത്തിൻ്റെ, സി. അറിവിൻ്റെ. ഉത്തരം അനുഗ്രഹത്തിൻ്റെ. കാരുണ്യം അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ്. ഡാഷ് എന്നേക്കും നിലനിൽക്കുന്നു. എ. ദാനധർമ്മം, ബി. വിശ്വസ്തത, സി. ദൈവഭക്തി. ഉത്തരം ദാനധർമ്മം. സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം എന്തുപോലെയാണ്? എ. മധുരം, ബി. സന്തോഷം, സി. ദുഃഖം. ഉത്തരം മധുരം. സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ്. എന്ത് ലഭിച്ചവൻ ഇവരെക്കാൾ ഭാഗ്യവാനാണ്? എ. അനുഗ്രഹം, ബി. സമ്പത്ത്, സി. നിധി. ഉത്തരം നിധി. പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത് എന്താണ്? എ. സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും, ബി. സമ്പത്തും ഐശ്വര്യവും, സി. അറിവും ബുദ്ധിയും. ഉത്തരം സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും. സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും ഒരുവൻ്റെ പേര് നിലനിർത്തുമ്പോൾ ഇവയേക്കാൾ വിലമതിക്കുന്നതായി പ്രഭാഷകൻ അഭിപ്രായപ്പെടുന്നത് എന്താണ്? എ. ധാരാളം സമ്പത്ത്, ബി. നിഷ്കളങ്കയായ ഭാര്യ, സി. ജ്ഞാനം. ഉത്തരം നിഷ്കളങ്കയായ ഭാര്യ.
പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നത് എന്താണ്? എ. വീഞ്ഞും സംഗീതവും. ബി. നിഷ്കളങ്കയായ ഭാര്യ. സി. സന്താനങ്ങൾ. ഉത്തരം വീഞ്ഞും സംഗീതവും. വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുമ്പോൾ ഇവയേക്കാൾ ശ്രേഷ്ഠമായി കരുതുന്നത് എന്താണ്? എ. ജ്ഞാനതൃഷ്ണ. ബി. ആലോചന. സി. സമ്പത്ത്. ഉത്തരം ജ്ഞാനതൃഷ്ണ. ഗാനമാധുരി വർദ്ധിപ്പിക്കുന്ന കുഴലും കിന്നരത്തെയും കാൾ ആസ്വാദ്യമാണെന്ന് പ്രഭാഷകൻ പറയുന്നത് എന്ത്? എ. ഇമ്പമുള്ള മനുഷ്യസ്വരം. ബി. വീഞ്ഞ്. സി. സംഗീതം. ഉത്തരം ഇമ്പമുള്ള മനുഷ്യസ്വരം. പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ കണ്ണിന് ആനന്ദം നൽകുന്നത് എന്താണ്? എ. പ്രസന്നതയും സൗന്ദര്യവും. ബി. വീഞ്ഞും സംഗീതവും. സി. കുഴലും കിന്നരവും. ഉത്തരം പ്രസന്നതയും സൗന്ദര്യവും. പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു. ഇവയേക്കാൾ ആനന്ദദായകമായത് എന്ത്? എ. വയലിലെ ഇളം തളിരുകൾ. ബി. നിഷ്കളങ്കയായ ഭാര്യ. സി. താൻ നിർമ്മിച്ച നഗരം. ഉത്തരം വയലിലെ ഇളം തളിരുകൾ. എപ്പോഴും സ്വാഗതാർഹനായി കാണുന്നത് ആരെയാണ്? എ. സുഹൃത്തോ സഹചാരിയോ. ബി. ഔദാര്യശീലൻ. സി. ദൈവഭക്തൻ. ഉത്തരം സുഹൃത്തോ സഹചാരിയോ. സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ്. എന്നാൽ ആരുടെ സന്ദർശനമാണ് അതിനേക്കാൾ ഹൃദ്യമാണ് എന്ന് പറയുന്നത്? എ. ഭാര്യാഭർത്താക്കന്മാരുടെ സന്ദർശനം. ബി. ദൈവഭക്തരുടെ സന്ദർശനം. സി. രാജാവിൻ്റെ സന്ദർശനം. ഉത്തരം ഭാര്യാഭർത്താക്കന്മാരുടെ സന്ദർശനം. വിഷമസന്ധികളിൽ ഉപകരിക്കുന്നത് ആരൊക്കെയാണ്? എ. ധാരാളം സമ്പത്തുള്ളവർ. ബി. സഹോദരരും സഹായകരും. സി. നന്മയുള്ളവർ. ഉത്തരം സഹോദരരും സഹായകരും. സഹോദരരും സഹായകരും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു. എന്താണ് ഇവരേക്കാൾ സുരക്ഷിതമായ അഭയം? എ. ദാനധർമ്മം. ബി. സമ്പത്ത്. സി. ബഹുമതി. ഉത്തരം ദാനധർമ്മം. പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്ന സ്വർണത്തെയും വെള്ളിയെയും കാൾ ശ്രേഷ്ഠമായി കരുതുന്നത് എന്താണ്? എ. സതുപദേശം. ബി. അറിവ്. സി. ഔദാര്യശീലം. ഉത്തരം സതുപദേശം. പ്രഭാഷകൻ 40:26 അനുസരിച്ച് എന്താണ് ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നത്? എ. ധനവും ബലവും. ബി. ദാനധർമ്മം. സി. സൗന്ദര്യം. ഉത്തരം ധനവും ബലവും. ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്ന ധനത്തെയും ബലത്തെയും കാൾ അഭികാമ്യമായത് എന്താണ്? എ. ദൈവഭക്തി. ബി. അറിവ്. സി. സംഗീതം. ഉത്തരം ദൈവഭക്തി. പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ അന്യസഹായം തേടേണ്ടതില്ലാത്തത് ആർക്കാണ്? എ. രാജാവിന്. ബി. ദൈവഭക്തന്. സി. ബലവാന്. ഉത്തരം ദൈവഭക്തന്. പ്രഭാഷകൻ 40:27 അനുസരിച്ച് ദൈവഭക്തി എന്തിൻ്റെ ആരാമം പോലെയാണ്? എ. കാരുണ്യത്തിൻ്റെ. ബി. നന്മയുടെ. സി. അനുഗ്രഹത്തിൻ്റെ. ഉത്തരം അനുഗ്രഹത്തിൻ്റെ. ഏത് മഹത്വത്തെയും കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു. എന്ത്? എ. ദൈവഭക്തി. ബി. ദാനധർമ്മം. സി. സമ്പത്ത്. ഉത്തരം ദൈവഭക്തി.
ആരെപ്പോലെ ജീവിക്കരുതെന്നാണ് പ്രഭാഷകൻ നമ്മോട് ആവശ്യപ്പെടുന്നത്? എ. അഹങ്കാരിയെപ്പോലെ, ബി. ബലവാനെപ്പോലെ, സി. ഭിക്ഷുവിനെ പോലെ. ഉത്തരം ഭിക്ഷുവിനെ പോലെ. ഭിക്ഷാടനത്തേക്കാൾ ഭേദമായി കരുതുന്നത് എന്താണ്? എ. മരണം, ബി. നരകം, സി. പട്ടിണി. ഉത്തരം മരണം. ഒരുവൻ മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ അവൻ്റെ അസ്തിത്വം എന്തിന് യോഗ്യമല്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ. നല്ലവനെന്ന പേരിന്, ബി. ജീവിതമെന്ന പേരിന്, സി. ഭക്തൻ എന്ന പേരിന്. ഉത്തരം ജീവിതമെന്ന പേരിന്. മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിക്കുന്നവൻ അന്യൻ്റെ ഭക്ഷണം കൊണ്ട് തന്നെ എന്തു ചെയ്യുന്നു? എ. തന്നെ മലിനമാക്കുന്നു, ബി. തന്നെ ശക്തനാക്കുന്നു, സി. തന്നെ എളിമപ്പെടുത്തുന്നു. ഉത്തരം തന്നെ മലിനമാക്കുന്നു. മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിക്കുന്നവൻ അന്യൻ്റെ ഭക്ഷണം കൊണ്ട് തന്നെ മലിനമാക്കുന്നു. എന്നാൽ അത് ഒഴിവാക്കുന്നത് ആരാണ്? എ. ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും, ബി. ദൈവഭക്തൻ, സി. ഔദാര്യശീലൻ. ഉത്തരം ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും. നിർലജ്ജൻ്റെ നാവിന് ഭിക്ഷാടനം മധുരമെങ്കിലും അവൻ്റെ ഉദരത്തിൽ എന്ത് ജ്വലിക്കുകയാണ്? എ. കോപം, ബി. അഗ്നി, സി. വിശപ്പ്. ഉത്തരം അഗ്നി.